എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം. ഞാൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ച് നടത്തിവരുന്ന ചരിത്രവും ബൈബിളും എന്ന പരമ്പരയുടെ 3-ാമത്തെ എപ്പിസോഡാണിത്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തുടങ്ങുന്നത് സമ്പ്രദായം അല്ലെങ്കിൽ കസ്റ്റമിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണയായിട്ട് ഈ വാക്ക് ഉപയോഗിക്കുന്നവരാണ്. പല അർത്ഥത്തിലാണ് പലരും ഈ വാക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യം, നമ്മൾ ഈ കാര്യം തിരിച്ചറിയുമ്പോൾ എന്താണ് കൾച്ചർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രഥമമായി ഒരു സമൂഹത്തിലെ തലമുറകൾ കൂടെ ആവർത്തി ചെയ്യുന്ന മുറകൾ അല്ലെങ്കിൽ പ്രാക്ടീസസ് ആണ് സമ്പ്രദായം അല്ലെങ്കിൽ കസ്റ്റം എന്ന് പറയുന്നത്. അവർ പൂർവ്വകാലങ്ങളിൽ ഭൂതകാലത്ത് ആചരിച്ചിരുന്നത് കൊണ്ട് കേവലമായി അഥവാ സാധാരണ മട്ടിൽ അത് ചെയ്യുക മാത്രമാണ് എന്നാണ് സമ്പ്രദായം അല്ലെങ്കിൽ കസ്റ്റമിനെ കുറിച്ച് കിങ്സ്ലി ഡേവിസ് എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സമൂഹത്തിലെ തലമുറകൾ ഒരു പ്രാവശ്യമല്ല, അവർ ആവർത്തിച്ച് ചെയ്യുന്നു. അത് അവർ ചെയ്യുന്നത് കൊണ്ട് അവരുടെ പൂർവ്വകാലങ്ങളിലുള്ളവർ അല്ലെങ്കിൽ അവരുടെ ഭൂതകാലത്ത് ഒക്കെ ആചരിച്ചിരുന്നത് കൊണ്ട് കേവലമായിട്ട് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ആണത് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സമൂഹത്തിലും നിങ്ങൾക്ക് കസ്റ്റങ്ങൾ കാണാം. അപ്പോൾ ഓരോ സമൂഹത്തെ ആശ്രയിച്ചും കസ്റ്റത്തിന് വ്യത്യാസം ഉണ്ടാകും അല്ലെങ്കിൽ സമ്പ്രദായത്തിന് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് നാം അറിയേണ്ടത്. യഹൂദന്മാരുടെ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഈ സമ്പ്രദായത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ യേശു പറയുന്ന ഒരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ മത്തായി സുവിശേഷം 15-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് വായിക്കുന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ ഒഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കുന്നു. അപ്പോൾ ഓർക്കണം, ഈ പറയുന്ന ഭാഗത്ത് നമ്മൾ ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു പദം പല ബൈബിൾ ട്രാൻസ്ലേഷനിൽ കാണുന്നുണ്ട്. എന്നാൽ സമ്പ്രദായം എന്ന് പറയുന്നതിന് നിങ്ങളുടെ ആചാര മര്യാദകൾ അനുസരിച്ച് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ ലംഘിക്കുന്നു. അപ്പോൾ യഹൂദന്മാരുടെ രീതിയിൽ അവർ AD 1-ാം നൂറ്റാണ്ടിൽ അവർ ചെയ്തിരുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, അവർ അപ്പനെയും അമ്മയും ബഹുമാനിക്കാതെ തന്നെ അല്ലെങ്കിൽ അപ്പനെയും അമ്മയും എന്തെങ്കിലും അവരെ അനുസരിക്കാതിരിക്കുമ്പോൾ തന്നെ എന്നാൽ നിനക്ക് ഉപകാരമായി വരേണ്ടത് എന്ന അർത്ഥത്തിൽ വഴിപാട് അല്ലെങ്കിൽ ഓഫറിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഖുർബാൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഗുണമുണ്ടാകുന്ന അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്കുണ്ടായിരുന്ന ഒത്തിരി സമ്പ്രദായങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇടയിലുമൊക്കെ അങ്ങനത്തെ സമ്പ്രദായങ്ങളുണ്ട്. ഇനി ഞാൻ കൊറോണ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. നിങ്ങളുടെ കൈയും മറ്റും സാനിറ്റൈസർ ഉപയോഗിച്ച് നന്നായിട്ട് നിങ്ങൾ വൃത്തിയാക്കണം. അതെങ്ങനെ ചെയ്യണം എന്ന് നമ്മളെ ഇവിടുത്തെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകർക്ക് പഠിപ്പിച്ചു തരണം. എന്ന് പറഞ്ഞാൽ 2 കൈയും ഇങ്ങനെ വിരലിനടയെ കൂടെ കയറ്റി ഇങ്ങനെ തിരുമുകയും പുറത്ത് തിരുമുകയും ഒക്കെ ചെയ്യണം എന്നുള്ള ഒരു രീതി അല്ലെങ്കിൽ അതിന് ഒരു സമ്പ്രദായം എന്ന് വേണമെങ്കിൽ പറയാം. ആരോഗ്യപരമായ കാര്യമാണെങ്കിലും അത് നടപടിയിൽ കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ ചിട്ടയായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കയ്യിലോ മറ്റോ ഇരിക്കുന്ന ഈ അണു അത് അല്ലെങ്കിൽ ഈ വൈറസ് നമ്മളുടെ മുഖത്തേക്ക് നമ്മൾ തൊടുകയോ ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളിൽ തൊടുകയോ നമ്മുടെ ചെറിയിലോ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിന്റെ ഭാഗത്തോ കണ്ണിലോ ഒക്കെ തൊടുമ്പോൾ അവിടെയൊക്കെ വ്യാപിക്കാതിരിക്കേണ്ടതിന് ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ ശുചിത്വത്തിന്റെ ഭാഗമായിട്ടും അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടും നമ്മളോടൊക്കെ പറയുകയും നമ്മിൽ പലരും അത് ചെയ്യുകയും ചെയ്താണ്. അപ്പോൾ ഇതേപോലെ ഓരോ സമൂഹങ്ങളിലും എഴുതപ്പെടാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുമ്പോൾ കുളിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയിരുന്ന വിഭാഗം ആണ് ഇവിടെയുള്ള ബ്രാഹ്മണർ. എന്ന് പറഞ്ഞാൽ അവരുടെ ഇല്ലങ്ങളുടെ തൊട്ടടുത്ത് ഒരു കുളം കാണും. ഇന്ന് ബ്രാഹ്മണ ഇല്ലങ്ങളിൽ, എൻ്റെ നാട്ടിൽ തന്നെ, ഞാൻ തിരുവല്ലക്കാരനാണ്,
ഭാഗം സ്വദേശിയാണ്. അവിടെയുള്ള ഒത്തിരി ഇല്ലങ്ങളിൽ അവരുടെ കുളങ്ങൾ മൂടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും കുളങ്ങൾ മൂടാതെ ആ കുളങ്ങളിൽ കുളിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ എനിക്കറിയാം. പക്ഷേ പുറത്തുനിന്ന് വരുമ്പോൾ ഈ വെളിയിൽ നിന്ന് വരുന്നവർ കുളിക്കണമെന്ന് പറയുന്ന ഒരു ആചാരം, അത് ആചാരത്തിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഹൈജീനിക് സംവിധാനമുണ്ട്. ആരോഗ്യപരമായി അത് ഗുണമാണ്. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുമ്പോൾ നടന്നു വരുന്ന കാലിലും അതുപോലെ ശരീരത്തിലും മറ്റും നമ്മൾ അറിയാതെ പറ്റിപ്പിടിച്ചിട്ടുള്ള രോഗാണുക്കളും മറ്റും നമ്മുടെ വാസകേന്ദ്രങ്ങളിലേക്ക് കടക്കാതെ അതിനെ ഉച്ചാടനം ചെയ്യുവാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണിത്. അപ്പോൾ ഇങ്ങനത്തെ കസ്റ്റംസ് ലോകത്തിലെ പല ആൾക്കാരുടെ ഇടയിൽ നടന്നിരുന്നു എന്നുള്ളതാണ്. AD 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന കുറെ കഷ്ടങ്ങൾ വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം കഴുകുക. അകമല്ല അവർ കഴുകുന്നത്, പുറം വൃത്തിയാക്കുകയാണ്. അപ്പോൾ യേശു ശാസ്ത്രിമാരെയും പരീശന്മാരെയും നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം കഴുകുന്നു, പക്ഷേ അകം എന്താണ് വൃത്തിയാക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, പുറമേ കുളിക്കുക, അകത്ത ദൂഷിത സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് എന്തിനു നടക്കുന്നു എന്ന് പറയുന്ന അർത്ഥമാണ് യേശു അവിടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള കസ്റ്റംസ്, ആചാരങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇവിടെയുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾ തന്നെ വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനമുള്ളവരുണ്ട്. അതുപോലെ ചിലര് ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ അവർ മതവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന വിഭാഗങ്ങളും നമ്മുടെ നാട്ടിൽ ഇല്ലാതില്ല. ഞാനത് എല്ലാം ഇവിടെ തുറന്നു പറയുന്നില്ല. അപ്പോൾ ചില പാട്ടുകൾ നിങ്ങൾക്കറിയാമായിരിക്കാം. ഇവിടെയുള്ള പൊലിപ്പാട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ വിവാഹത്തിന്റെ തലേദിവസം രാത്രിയിൽ എല്ലാവരോടും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് അവര് ഭക്ഷിച്ചനന്തരം അവിടെ ചെറുപ്പക്കാരും അതുപോലെ പ്രായമുള്ള ആണുങ്ങളോട് കൂടി അവർ പാടുന്നൊരു പൊലിപ്പാട്ടുണ്ട്. ഈ പാട്ടിനിടയിൽ വളരെ രസകരമായി പാടുന്ന പാട്ടുകളാണ്. ഈ പാട്ടിനിടയിൽ അവർ ഓരോരുത്തരുടെ പേര് വിളിച്ചു പറയും. പേര് വിളിച്ചു പറയുമ്പോൾ അവർ കൊണ്ടുപോയി അവിടെ പണം വെക്കണം. ആ പണം വെച്ചില്ലെങ്കിൽ അവർ വീണ്ടും പാടി അദ്ദേഹത്തെ കളിയാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രസമുണ്ടാക്കുന്നതും ആനന്ദമുളവാക്കുന്നതും അതുപോലെ പരോക്ഷവും അതുപോലെ പ്രത്യക്ഷവുമായിട്ടുള്ള ഹാസ്യം പുറപ്പെടുവിക്കുന്നതുമായിട്ട് ആക്ഷേപങ്ങൾ നടത്തുന്നതുമായിട്ടുള്ള രീതികൾ ഉള്ള പാട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, വളരെ വ്യത്യസ്തമായ ആചാരങ്ങൾ ഓരോ സമൂഹങ്ങളിൽ നടന്നു വരുന്നു എന്നുള്ളത് വളരെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കൂ, കേൾവിക്കാരാലോചിക്കൂ, നിങ്ങളുടെ ഇടയിലും നടക്കുന്ന ആചാര മര്യാദകളും ഒക്കെ നിങ്ങളൊന്ന്, അല്ലെങ്കിൽ സമ്പ്രദായങ്ങളൊക്കെ ഒന്ന് തിരിച്ച് ഒന്ന് നോക്കുക. അപ്പോൾ എല്ലാ സമ്പ്രദായങ്ങളും മോശമാണ് എന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആ സമ്പ്രദായങ്ങൾ ഗുണമുള്ളതുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിനും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ ആ സമൂഹത്തിനോ നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നുള്ള ആചാരങ്ങളും അതുപോലെ സമ്പ്രദായങ്ങളും ഉണ്ട് എന്നുള്ള സത്യമാണ്. അപ്പോൾ ആചാരങ്ങളെ എല്ലാത്തിനെയും ഒറ്റയടിക്ക് നമ്മൾ ബഹിഷ്കരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ നല്ലത് ഏതാണ്, തീയത് ഏതാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്നും കൂടെ വിലയിരുത്തുന്നതും വളരെ നല്ലതാണ്. ഞാൻ തുടർന്ന് നിങ്ങളോട് പറയുന്നത് എത്തിക്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ധർമ്മശാസ്ത്രം. ഈ വാക്ക് നമ്മുടെ സമൂഹങ്ങളിൽ, അല്ലെങ്കിൽ എത്തോസ് എന്ന് പറയുന്ന ഈ വാക്ക് നമ്മുടെ ഇടയിലൊക്കെ വളരെ കാര്യമായിട്ട് ആവർത്തിച്ച് പറയുന്നതാണ്. ഓരോ വിഭാഗങ്ങളും ധർമ്മശാസ്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ജീവിക്കുന്നവർ ആ സമൂഹത്തിലെ ധാർമ്മികരാണ്, അല്ലെങ്കിൽ അവിടുത്തെ ധർമ്മിഷ്ഠന്മാരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ധർമ്മശാസ്ത്രം എന്ന് നമ്മൾ തിരിച്ചറിയണം. ധർമ്മശാസ്ത്രത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് 4 കാര്യങ്ങൾ കൂടിച്ചേർന്നാണ് ധർമ്മശാസ്ത്രം, എത്തിക്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തേതാണ് മോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മര്യാദകൾ, പഴക്കങ്ങൾ, നാട്ടുനടപ്പുകൾ എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കുകൂടെ ഞാൻ പറയാം, ഇതാ അലിഖിത നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എഴുതാത്ത നിയമങ്ങൾ. അപ്പോൾ ഇത് നമ്മുടെ സമൂഹങ്ങളിൽ ധാരാളമുണ്ട്. നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിച്ചാൽ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇതിലേക്കൊക്കെ വരാം. അപ്പോൾ ഈ അലിഖിതമാണ്, രേഖപ്പെടുത്തിയിട്ടില്ല, അൺറിട്ടൺ ആണ്. അത് മര്യാദകൾ എന്ന് വിളിക്കാം, പഴക്കങ്ങൾ എന്ന് വിളിക്കാം, അതുപോലെ നാട്ടു നടപ്പുകൾ എന്ന് വിളിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹങ്ങളിൽ, ഓരോ സമൂഹങ്ങളിലും വ്യത്യസ്തമാണ്. അപ്പോൾ ആ സമൂഹം അനുസരിച്ച് അതിന് വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. രണ്ടാമത്തേതാണ് വാല്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതിപ്പുകൾ. ഓരോ സമൂഹത്തെ ആശ്രയിച്ചും മതിപ്പുകൾക്ക് വ്യത്യാസം ഉണ്ടാകാം. ഞാനിതും പിന്നീട് പറഞ്ഞു വരാം. മൂന്നാമത്തേതാണ് മൊറാലിറ്റി, അല്ലെങ്കിൽ സദാചാരം, സന്മാർഗം, സ്വഭാവശുദ്ധി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ഈ പറയുന്ന എത്തിക്സിന്റെ ഒരു ഭാഗമാണ്. മറ്റൊരെണ്ണമാണ് ഫോക്ലോർ, അല്ലെങ്കിൽ നാടോടിക്കഥകൾ, അല്ലെങ്കിൽ പഴങ്കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ ആണ്
ശരിയായിട്ട് എത്തിക്സ് അല്ലെങ്കിൽ എത്തോസ് അല്ലെങ്കിൽ ധർമ്മശാസ്ത്രം ഇതാ രൂപപ്പെടുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ ചിന്തയിലേക്ക് ഇതിനെ ഒന്ന് കൊണ്ടുപോയാൽ എന്തൊക്കെ നിങ്ങളുടെ ഇടയിലും അതുപോലെ നിങ്ങൾ ജീവിക്കുന്ന ആ ഭാഗത്തും നിങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ സംഭവിക്കുന്നു എന്നറിയാം. ഒന്നാമത്തേതാണ് മോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മര്യാദ, നാട്ടുനടപ്പ്, അല്ലെങ്കിൽ പഴക്കങ്ങൾ, അല്ലെങ്കിൽ അലിഖിത നിയമം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, പെൺകുട്ടികളുടെ ശബ്ദം വീടിന് വെളിയിൽ കേൾക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മുടെ സമൂഹങ്ങളിൽ പഴയ കാലത്ത് പ്രത്യേകിച്ച് മലയാള മണ്ണിൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പെൺകുട്ടികളുടെ ശബ്ദം വീടിന്റെ വെളിയിൽ കേൾക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ചിലരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, പെൺകുട്ടികളുടെ വീട്ടിൽ ശബ്ദം അവൾ ജനിച്ചു വളർന്ന, അവിടെ ബാല്യപ്രായത്തിൽ ജീവിക്കുന്ന, അവിടെ യൗവനത്തിൽ ജീവിക്കുന്ന ആ വീട്ടിന്റെ വെളിയിൽ കേൾക്കാൻ ഒക്കില്ലെങ്കിൽ പിന്നെ അവളെ വിവാഹം കഴിച്ചു വിട്ടാൽ പിന്നെ അവിടെ എങ്ങനെ കേൾക്കും? അപ്പോൾ അവിടെ ശബ്ദം പിന്നെ എന്ന് കേൾക്കും? അപ്പോൾ മരിക്കുന്നിടം വരെയും സത്യം പറഞ്ഞാൽ ആ ഒരു ചിന്തയനുസരിച്ച് അവളുടെ ശബ്ദം വെളിയിൽ കേൾക്കുവാൻ അനുവാദമില്ലെന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയാണോ എന്ന് നമ്മൾ ആലോചിക്കണം. സ്ത്രീകളെ ആകപ്പാടെ തള്ളിക്കളഞ്ഞ് സ്ത്രീകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെയുള്ള വിഭാഗങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ചില മതങ്ങളിലുമൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾ എന്ന് പറയുന്ന ആ വിഭാഗം അനുഭവിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ അലിഖിതമായ നിയമമാണ്. അതിൽ ഒരെണ്ണമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ബ്രാഹ്മിൺസ് ഒഴികെ ഉള്ള വിഭാഗങ്ങൾ നടത്തേണ്ടിയിരുന്ന ആര്യന്മാരുടെയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് സതി സമ്പ്രദായം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചാൽ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി വെക്കുന്ന ചിതയിൽ ചാടി അദ്ദേഹത്തോടുള്ള വിധേയത്വം കാണിക്കുവാനും അതുപോലെ തന്നെ പ്യൂരിറ്റി തെളിയിക്കുവാനും വേണ്ടി ആ ഭാര്യ ചിതയിൽ ചാടി മരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ പഴയകാലത്തെ സംവിധാനം നിങ്ങൾക്കറിയാമല്ലോ. ഇല്ല എങ്കിൽ ചോദിക്കാനും പറയാനും ആളില്ല. പഴയകാലത്തെ വിധവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവിന് 65 വയസ്സ് കാണും, ഭാര്യയ്ക്ക് 5 വയസ്സ്. ഇത് കഥയല്ല, നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കണം ഇന്ത്യയിലെ. അപ്പോൾ അങ്ങനെയുള്ള 5 വയസ്സും 6 വയസ്സും അതുപോലെ 10 വയസ്സും 12 വയസ്സുള്ള വിധവകൾ ധാരാളം ഉണ്ടായി. അങ്ങനെയുള്ള പെൺകുട്ടികൾ ഈ പറയുന്ന ചിതയിൽ ചാടി മരിച്ചില്ലെങ്കിൽ അവൾ ജീവിതകാലം മുഴുവൻ തലമുണ്ഠനം ചെയ്ത് വെള്ളവസ്ത്രവും ധരിച്ച് വൈദ്യവ്യം തുറന്നു കാണിച്ച് അന്തർമുഖിയായി വീട്ടിന്റെ ഉള്ളറയിൽ പാർക്കണം. അവൾ ജീവിച്ചിരിപ്പുണ്ടോ, അവളെ എന്ത് ചെയ്യുന്നു, എന്താണ് അവൾക്ക് ഉണ്ടാകുന്ന അവസ്ഥയെന്ന് പുറം ലോകത്തിന് അറിയില്ല. അങ്ങനെയുള്ള ഈ വിധവകളെ സംരക്ഷിക്കുവാനും വേണ്ടി പൂനെയിൽ പണ്ഡിത രമാഭായി തുടങ്ങിയ ശാരദാസദനം ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പോഴാണ് മൃഗീയമായി ഉപദ്രവിക്കപ്പെട്ട എന്ന് പറഞ്ഞ് ചോദിക്കാൻ ആരുമില്ല. അവൾ മരിക്കേണ്ടതായിരുന്നു, പക്ഷെ അവൾ മരിക്കാൻ തുടങ്ങിയില്ല. അതുകൊണ്ട് അവൾ ജീവിച്ചിരിക്കുന്നു, കൊല്ലാക്കൊല ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒത്തിരി വിധവമാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് പണ്ഡിത രമാഭായി എന്ന് പറയുന്ന ആ വനിത പൂനെയിൽ ഒരു ശാരദാ സദനം ആരംഭിച്ചത്. മുക്തിമിഷനെ കുറിച്ച് ഒരു വേള നിങ്ങൾ കേട്ടിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഭാഗം, ഈ സ്ത്രീകളുടെ ശബ്ദം വെളിയിൽ കേൾക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ആത്യന്തികമായ സംവിധാനമായിട്ടുണ്ടാക്കിയതാണ് സതി സമ്പ്രദായം എന്ന് പറഞ്ഞ ഉടന്തടിച്ചാട്ടം എന്നാണ് ഇതിന് പറയുന്നത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സമ്പ്രദായം ബംഗാളിലും മറ്റും നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നയാളും അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ സറാമൂർ മിഷണറിമാരും ഒന്നിച്ച് ഇതിനെതിരെ പോരാടിയവരാണ്. എന്ന് പറഞ്ഞാൽ മൃഗീയമായ ഒരു സമ്പ്രദായമാണിത്. സ്ത്രീ എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ പുരുഷനെ പോലെ തന്നെ വാല്യൂ ഉള്ള, വിലയുള്ള ഒരു മനുഷ്യ ജന്മമാണ് സ്ത്രീ. പക്ഷെ അത് മനസ്സിലാക്കുവാൻ കഴിയാതെ പുരുഷ മേധാവിത്വമുള്ള അല്ലെങ്കിൽ മേൽ ഡോമിനന്റ് സൊസൈറ്റികളൊക്കെ ഇങ്ങനെയുള്ള പല രീതികളും ആവിഷ്കരിക്കുന്നു എന്നുള്ള സത്യമാണ്. ഇന്നും പല മതങ്ങളും അതുപോലെ പല സമൂഹങ്ങളും ഒക്കെ ഇങ്ങനെ സ്ത്രീകളെ രണ്ടാമത്തെ വിഭാഗമായിട്ട് കണ്ട് അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ, അവരുടെ അധികാര അവകാശങ്ങൾ അവർക്ക് ലഭിക്കുവാൻ കഴിയാതെ അവളെ കൂട്ടിലിട്ടടയ്ക്കുന്ന അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ കാണുന്ന സമൂഹങ്ങൾ ഉണ്ട് എന്നുള്ളത് കേൾവിക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വിഭാഗങ്ങളുടെ പേരുകൾ പറയുന്നില്ല. ഞാൻ സതിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സതി സമ്പ്രദായം എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ ശവം വെക്കുന്ന ആ ചിതയിൽ
അത് രണ്ട് രീതിയിൽ ഉണ്ടാക്കുമായിരുന്നു. മുളകൾ വെച്ച് കെട്ടി മുകളിലേക്ക് ഉണ്ടാക്കുന്ന പൈറുകൾ, അല്ലെങ്കിൽ PYRE എന്ന് പറയുന്ന പൈർ, അല്ലെങ്കിൽ ചിത, അല്ലെങ്കിൽ ഭൂമിക്ക് താഴെ ഉള്ള സ്ഥലത്ത് ഉണ്ടാക്കുന്ന, അല്പം താഴ്ചയുള്ള സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഈ പറയുന്ന ചിത. ഇതിലേതായാലും ഇവൾ കുളിച്ച് സുന്ദരിയായി നന്നായിട്ട് ഒരുങ്ങി വസ്ത്രമൊക്കെ നന്നായിട്ട് അണിഞ്ഞ് അവൾ ഒരു കൈയിൽ പൂപ്പാത്രവും മറുകൈയിൽ പലഹാരമുള്ളൊരു പാത്രവുമായിട്ട് ഈ പറയുന്ന ചിതയുടെ മുകളിൽ കയറണം. എന്നിട്ട് ചിതയുടെ അടുക്കൽ അല്ലെങ്കിൽ ചിതയുടെ മുകൾ കൊണ്ടുപോയി ഈ പൂപാത്രവും അതുപോലെ പലഹാരപാത്രവും വെക്കണം. എന്നിട്ട് ഈ ഡെഡ് ബോഡിയുടെ ചുറ്റും അവൾ നൃത്തം ചെയ്യണം. അപ്പോൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. ഒടുവിൽ ഇവളുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിലെ പുഷ്പങ്ങളും അതുപോലെ മറ്റു പാത്രത്തിലുള്ള പലഹാരവും ജനങ്ങളുടെ ഇടയിലേക്ക് വലിച്ചെറിയും. ഇത് സതിമാതയുടെ അനുഗ്രഹമാണെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങി തിന്നുകയാണ്. അതിനുശേഷം ചെയ്യേണ്ട കാര്യമുണ്ട്. അവൾ ഈ ശവത്തിന്റെ തലപൊക്കി ഇടത്ത് കൈ കൊണ്ട് തന്റെ ആ ഭർത്താവിന്റെ ശവത്തിന്റെ തല തന്റെ ഇടത്ത് കയ്യിൽ വെക്കണം. എന്നിട്ട് മറുകൈ വെച്ച് ആ ശവത്തെ കെട്ടിപ്പിടിക്കണം. അതിന്റെ പുറത്തേക്ക് വിറകും മറ്റു സാധനങ്ങളും വെച്ച് തീ കത്തിക്കും. ഓർക്കണം, ഒന്ന് ശവമാണ്, മറ്റേത് ശവമല്ല. പക്ഷെ അങ്ങനെയുള്ള അവിടെ കിടന്ന ജീവന് വേണ്ടി ആർത്തലയ്ക്കുമ്പോൾ അതൊന്നും കേൾക്കുവാൻ ആരുടെ ചെവികൾ അവിടേക്ക് എത്താറില്ല. അതിന്റെ കാര്യം ജയ്ബോൽ ജയ്ബോൽ എന്ന് വിളിച്ച് അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയായിരുന്നു ഈ പറയുന്ന ബംഗാളിലുണ്ടായ സമ്പ്രദായം. അപ്പോൾ എത്ര നികൃഷ്ടമായ, എത്ര മൃഗീയമായ സമ്പ്രദായമാണിതെന്ന് ഓർക്കണം. ഇപ്പോഴും ആഫ്രിക്കയിൽ ചില സ്ഥലങ്ങളിൽ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിനെ കുഴിച്ചു മൂടുന്ന ആ കുഴിക്കകത്ത് ഭാര്യയെ ഇറക്കി അവളെ നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുവന്ന് അവളെ അതിൻ്റെ അകത്ത് ഞെക്കി വെച്ച് അടച്ച് ആ മണ്ണ് മൂടുന്ന സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ശരിയോ തെറ്റോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യണം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കി. അത് ഗവൺമെന്റ് നിയമത്തിൽ കൂടി വന്നു. ബ്രിട്ടീഷ് ഇന്ത്യയാണ് അത് ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള പല ഈ മോഴ്സുകളും അല്ലെങ്കിൽ മര്യാദകളും നാട്ടുനടപ്പുകളും അതുപോലെ അല്ലെങ്കിൽ പഴക്കങ്ങളും അല്ലെങ്കിൽ അലിഖിതമായ എഴുതപ്പെടാത്ത നിയമങ്ങളുമൊക്കെ നമ്മുടെ സമൂഹങ്ങളിൽ പലതും കാണാം. വിശുദ്ധ ബൈബിളിലെ ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിന്റെ നടപ്പ് പോലെ അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത് എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ എന്ന് പറയുന്ന അബ്രഹാമിന്റെ സന്തതിയെ ഏതാണ്ട് 430 വർഷക്കാലം അവൻ മിസ്രൈമിൽ അല്ലെങ്കിൽ ഈജിപ്തിൽ ഉണ്ടായിരുന്നു. അതിൽ ചരിത്രം പഠിച്ചാൽ 215 വർഷം മാത്രമേ അവർ അടിമകളായി പാർത്തിരുന്നുള്ളൂ. അങ്ങനെ അടിമകളായി പാർത്തിരുന്ന ആ സ്ഥലത്ത് നിന്ന് മോശ എന്ന് പറയുന്ന പ്രവാചകൻ, അല്ലെങ്കിൽ ഇസ്രായേൽ അവരുടെ പാസ്റ്റർ എന്ന് വിളിക്കുന്ന ആ മോശ വഴി അവരെ ആ അടിമത്തത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ അടിമത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ പാർത്തിരുന്ന മിസ്രൈമ അല്ലെങ്കിൽ ഈജിപ്തുകാരുടെ നടപടി പോലെ നിങ്ങൾ നടക്കരുത്, അത് നിങ്ങൾ ആചരിക്കരുത്. നിങ്ങളൊരു വ്യത്യസ്ത വിഭാഗമാണ്. ഞാൻ നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോയി പാർപ്പിക്കുവാൻ അല്ലെങ്കിൽ കുടിപാർപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ള കനാനിലെ അല്ലെങ്കിൽ പലസ്തീനിലെ അവിടുത്തെ ജാതികൾ ചെയ്യുന്ന പോലെയുള്ള നടപടികൾ നിങ്ങൾ ചെയ്യരുത്. അവരുടെ മര്യാദ നിങ്ങൾ ആചരിക്കരുത്. അപ്പോൾ ഓർക്കണം, അവിടെ ഉള്ള നടപടികളും അല്ലെങ്കിൽ മര്യാദകളും അല്ലെങ്കിൽ നാട്ടുനടപ്പുകളും ഒക്കെ അലിഖിതമാണ്. അതുപോലെ നിങ്ങൾ ആചരിക്കരുത്. കാര്യം, ദൈവത്തിന്റെ ജനമാണ് നിങ്ങൾ എന്നുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ടാകണം. എന്നെ ശ്രദ്ധിക്കുന്ന, വിശുദ്ധ ബൈബിൾ ആചരിച്ച് ജീവിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയുവാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ പല കാര്യങ്ങളും ഉണ്ടാകാം. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പല വ്യത്യസ്തമായ കാര്യങ്ങളും ഉണ്ടാകാം. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വളരെ വ്യത്യസ്തമായ സംവിധാനങ്ങളും ആചാരങ്ങളും ഉണ്ടാകാം. പക്ഷേ ഒരു സത്യ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ എങ്ങനെ മുൻപോട്ട് നീങ്ങണം എന്ന് അവന്റെ മനസ്സിലും അല്ലെങ്കിൽ അവളുടെ മനസ്സിലും ഒരു ധാരണ ഉണ്ടാകണം എന്നുള്ളതാണ് നാം ആദ്യം പറയുന്നത്. പലപ്പോഴും നാടോടുമ്പോൾ നടുവേ ഓടുക, ചേരത്തിന് നാട്ടിൽ ചേരുമ്പോൾ ചേരുടെ നടുത്തുണ്ടം തിന്നുക എന്ന് പറഞ്ഞ രീതിയിൽ കിട്ടുന്നതെല്ലാം വിഴുങ്ങാം, അതുപോലെ കിട്ടുന്നതെല്ലാം കുടിക്കാം, എന്ത് കൂത്തിലും ഏർപ്പെടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നാം എത്തുമ്പോൾ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. വളരെ വ്യത്യസ്തമായിട്ട് യേശുവിന്റെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങി അല്ലെങ്കിൽ യേശുവിനെ രക്ഷകൻ കർത്താവുമായി സ്വീകരിച്ചവർക്ക് അതിൽ ഒരിക്കലും തുടരുവാൻ കഴിയില്ല. അത് വിശുദ്ധ ബൈബിളിന്റെ ഭാഷയിലും
യേശുവിന്റെ കോൺസെപ്റ്റിലും അത് ക്രിസ്ത്യാനിത്വത്തിന്റെ ചിന്തയിലും അത് അബദ്ധമാണ്, അത് പാപമാണ് എന്നാണ് നാം അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആചാര മര്യാദകളും ഒക്കെ നമ്മുടെ ചുറ്റുപാടുകൾ ധാരാളം കാണുമ്പോൾ നാം എന്ത് തിരഞ്ഞെടുക്കണം എന്ന് അറിയേണ്ട ജോലിയാണ് ഒരു സത്യദൈവ വിശ്വാസിക്കുള്ളത്. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 40-ാമത്തെ വാക്യം, അവർ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധ വർഗത്തോടുകൂടി ശീല പൊതിഞ്ഞു കെട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചില മര്യാദകൾ അല്ലെങ്കിൽ ചില മോഴ്സുകൾ, എഴുതപ്പെടാത്ത നിയമങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യഹൂദന്മാർ അടക്കുന്ന രീതിയിൽ യഹൂദന്മാർ അടക്കുന്ന രീതി ഞാൻ പറയാം. അവര് തുണി കൊണ്ടുവന്നിട്ട് അത് അകത്തേക്ക് സുഗന്ധദ്രവ്യങ്ങൾ ഇട്ടതിന് ശേഷം ആണ് ഈ ശവം സംസ്കരിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഏതാണ്ട് കോടിക്കണക്കിന് 4,70,00,000 രൂപയുടെ സുഗന്ധദ്രവ്യങ്ങളാണ് യേശുവിനെ രാത്രിയിൽ വന്ന് കണ്ട നിക്കോദിമോസും അതുപോലെ യേശുവിനെ അടക്കുവാൻ വേണ്ടി അനുവാദം ചോദിച്ച ജോസഫ് എന്ന് പറയുന്ന അരിമത്യക്കാരനായ മന്ത്രി അദ്ദേഹം കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ സാധാരണ രീതിയിലുള്ള അവരുടെ രീതി അനുസരിച്ചും ഈ ശവസംസ്കാരത്തിന്റെ സംവിധാനത്തിൽ അവരിത് ചെയ്യാറുണ്ട്. അപ്പോൾ ഓർക്കണം, അവർക്ക് ശവം സംസ്കരിക്കുന്നതിന് യഹൂദന്മാർക്ക് ഒരു രീതിയുണ്ട്. തുണി ഇങ്ങനെ വലിച്ചു കെട്ടിയാണ് അവരടക്കുന്നത്. അപ്പോൾ യേശുവിനെ അടക്കിയ ഭാഗം നിങ്ങൾക്കറിയാമായിരിക്കാം. അതുപോലെ ലാസർ മരിച്ചു, യേശു പിന്നീട് ഉയർപ്പിച്ചു എന്നുള്ള സത്യമാണെങ്കിലും അവനെ അടക്കിയ ആ സംവിധാനം ഒരു വേള നിങ്ങൾക്കറിയാം. അപ്പോൾ അവരുടെ രീതികളുണ്ട്, അവരുടെ മര്യാദകളുണ്ട്, ആചാരങ്ങളുണ്ട്. അപ്പോൾ ആചാരങ്ങളും മര്യാദകളും എല്ലാം തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഇനിയും ശ്രദ്ധിക്കണം, അലിഖിത നിയമം പോലെ തന്നെ എത്തിക്സിന് രൂപകൽപ്പന ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. അതാണ് വാല്യൂസ് അല്ലെങ്കിൽ മതിപ്പുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് വൃദ്ധരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. ഇത് മിക്ക സമൂഹങ്ങളിലും ചെയ്തു വന്നിരുന്നതാണ്. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ അത് ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വൃദ്ധനെ കണ്ടാൽ ഉടനെ ചെറുപ്പക്കാരുൾപ്പെടെ എഴുന്നേറ്റ് മാറിക്കൊടുക്കും. പക്ഷെ ഇപ്പോൾ അത് കാണുന്നില്ല. വൃദ്ധൻ വേണമെങ്കിൽ അവിടെ നിന്നോണം. ഒരു രോഗിയെ കണ്ടാൽ എഴുന്നേറ്റ് കൊടുക്കുന്ന രീതി പഴയ കാലങ്ങളിൽ ബസ് യാത്രയിലൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. കാര്യം ആരെയും ബഹുമാനിക്കേണ്ട എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പഴക്കം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരെയും ബഹുമാനിക്കാത്ത, ആരെയും ആദരിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നുള്ളതാണ്. പഴയ കാലത്ത് അധ്യാപകരെ കണ്ടാൽ ബഹുമാനമായിരുന്നു. പക്ഷെ ഇപ്പോൾ അധ്യാപകരെ ബഹുമാനമില്ലെന്നൊരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഓർക്കണം, ഇവിടെ ഓരോ സമൂഹത്തിനും കൊടുക്കേണ്ട ഓരോ മാന്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ വൃദ്ധരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. അതുപോലെ സാധാരണ കേരള മണ്ണിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾ വീട്ടിലേക്ക് വന്നാൽ വീട്ടുകാരിരിക്കുക എന്ന് എഴുന്നേൽക്കും. എന്താ കാര്യം അറിയാമോ? വരുന്നയാളെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ ഷെയ്ക്കാരോട് സ്വീകരിക്കുന്ന രീതി നമ്മുടെ ക്രിസ്ത്യാനികളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ അല്ലെങ്കിൽ നമസ്തേ പറഞ്ഞ് സ്വീകരിക്കുന്ന രീതി ഇവിടുത്തെ ഹൈന്ദവ വിഭാഗങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതേപോലെ ഓരോ സമൂഹത്തിലും മതിപ്പുകളുണ്ട്. അതുപോലെ ഭർത്താവിനെ ബഹുമാനിക്കുന്ന രീതിയിൽ ഭാര്യമാർ സംബോധന ചെയ്യുന്ന രീതി പഴയ കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം മാറിപ്പോയി. പഴയ കാലത്ത് ഭർത്താവിനെ പേര് കൂട്ടി വിളിക്കുന്ന എന്ന് പറഞ്ഞാൽ പേരിന്റെ അറ്റത്ത് അച്ചായ എന്നോ അല്ലെങ്കിൽ ചേട്ടായ എന്നോ ഒക്കെ കൂട്ടി വിളിക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പുറകിലേക്ക് എന്നെ ശ്രദ്ധിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെ മുത്തച്ഛന്മാരോ അല്ലെങ്കിൽ മുതുമുത്തച്ഛന്മാരുടെ കാലത്ത് അവരുടെ ഭാര്യമാർ, നമ്മുടെ വല്യമ്മച്ചിമാരൊക്കെ അവർ പേര് കൂട്ടി പോലും വിളിക്കുകയില്ല, അച്ചായ എന്ന് പോലും വിളിക്കുകയില്ല. അവർ സാധാരണയായി വിളിച്ചിരുന്നത് പിന്നെ ഉണ്ടല്ലോ, കേട്ടോ, എങ്ങോട്ടാ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ബഹുമാനത്തിൽ അവർക്ക് പേര് കൂട്ടി പോലും വിളിക്കുവാനുള്ള ഒരു ഭയമുണ്ടായിരുന്ന കാലം. എന്നാൽ പിന്നീട് പേര് കൂട്ടി വിളിക്കുന്ന രീതിയായി. പിന്നീട് ഇപ്പോൾ പേരിന്റെ അറ്റത്ത് അച്ചായ എന്നോ ചേട്ടായെന്നോ അണ്ണാന്നോ ഒന്നും ചേർത്ത് വിളിക്കാതെ ഇപ്പോൾ പേര് തന്നെ വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു നിലപാടിലേക്ക് നമ്മുടെ സംസ്കാരങ്ങൾ അധപ്പതിച്ചു എന്നുള്ളതാണ്. പലരും പറയുന്നത് എന്തിനാണ് അങ്ങനെ ബഹുമാനിക്കുന്നത്? പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഭർത്താവായിട്ട് കാണണം. അതുപോലെ ഭർത്താക്കന്മാരോട് ഒരിക്കലും കാര്യം പറയാറുണ്ട്. ഭാര്യമാരെ പന്ത് കളിക്കുവാനുള്ള ഒരു ഉപകരണമായിട്ട് നിങ്ങൾ കാണരുത്. മതളം കൊട്ടുവാനും വേണ്ടി നിങ്ങളുടെ വാശി തീർക്കുവാനുള്ള ഒരു വസ്തുവായിട്ട് നിങ്ങൾ ഭാര്യമാരെ കാണരുത്. വിശുദ്ധ വേദപുസ്തകം പറഞ്ഞ ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കണമെന്നാണ്. മാത്രമല്ല
ഭർത്താക്കന്മാർ ഭാര്യയെ ബഹുമാനിക്കണമെന്ന് ആണ് വിശുദ്ധ ബൈബിളിലെ പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കണമെന്നൊന്നും ഈ പറഞ്ഞതിന്റെ അർത്ഥം. ബഹുമാനം എന്ന് പറയുന്നത് ആൾ വരുന്നുണ്ട് ഓടിക്കോ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ബഹുമാനമല്ല. കണ്ടാളിനേക്കാൾ നമ്മൾ ഓടുന്ന ഒരു ബഹുമാനമല്ല. ഒരു വന്യജീവി വരുമ്പോൾ ഓടുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു ബഹുമാനം ഒന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. ഭർത്താവിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അകത്ത് ഇതാ നിങ്ങൾ രൂപകൽപ്പന ചെയ്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തെ ആ വ്യക്തിത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലുള്ളൊരു ധാരണയുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഓരോ സമൂഹത്തിലും വാല്യൂസ് അല്ലെങ്കിൽ മതിപ്പുകൾ വ്യത്യസ്തമാണ്. 3-ാമത്തേത് എത്തിക്സിന്റെ ഭാഗം മൊറാലിറ്റിയാണ്, അല്ലെങ്കിൽ സദാചാരം, അതുപോലെ സന്മാർഗം, സ്വഭാവശുദ്ധി എന്നൊക്കെ നമ്മൾ ഈ മൊറാലിറ്റിയെ വിളിക്കാറുണ്ട്. സമൂഹവും ദേശവും വിശ്വാസവും മതാചാരവും അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ സദാചാര മര്യാദ എങ്ങനെ ഉണ്ടാകുന്നു? അത് നിങ്ങൾ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. ആ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പല നടപടികളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഒരു മതത്തിന്റെ ഭാഗമാണ്, അതുപോലെ ഒരു ദേശത്തിന്റെ ഭാഗമാണ്. അപ്പോൾ സംസ്കാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മൊറാലിറ്റി ഉണ്ടാകുന്നത് സമൂഹം ഏതാണ്, അതുപോലെ ദേശം ഏതാണ്, വിശ്വാസം ഏതാണ്, മതാചാരം ഏതാണ് എന്നൊക്കെ ആശ്രയിച്ചാണ് നിങ്ങൾ ഈ സദാചാര മര്യാദകൾ വ്യത്യാസപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏകഭാരിത്വമാണ് മിക്കവരും ബഹുമാനിക്കുന്നത്. പക്ഷേ ബഹുഭാരിത്വമുള്ള മതവിഭാഗങ്ങളുണ്ട്. എത്ര വേണം വിവാഹം കഴിക്കുക, അവരെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അവരെ നിങ്ങൾക്ക് വിവാഹ മോചനം നടത്താം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എളുപ്പമാർഗങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മതാചാരവും വിഷയമല്ല, വിശ്വാസവും വിഷയമല്ല, സമൂഹവും വിഷയമല്ല, ഇതൊന്നും വിഷയമല്ല. എപ്പോഴാണോ തോന്നുന്നത് വളരെ സിമ്പിൾ കാര്യത്തിന് ഇന്ന് വിവാഹമോചനം നടത്തുന്നവരാണ് കൂടുതൽ നമ്മുടെ സമൂഹത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത നിലയിലേക്ക് നമ്മുടെ സമൂഹം പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗം ഏകഭാരിത്വമാണ് മിക്ക സമൂഹങ്ങളും വളരെ കാര്യമായിട്ട് കാണുകയും അതിനാണ് ബഹുമാനത കൊടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ ബഹുഭാരിത്വം ഉള്ള വിഭാഗങ്ങളുണ്ട്. ചില മതങ്ങൾക്ക് തന്നെ ബഹുഭാരിത്വം ആവശ്യമെന്ന് പറയുന്ന അല്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്ന മതങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ കേട്ട് കാണാം ഈ ജോയിന്റ് ഫാമിലി. നിങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടുകുടുംബം. ഇന്ത്യയിൽ പഴയ കാലത്ത് കേരളത്തിലൊക്കെ ജോയിന്റ് ഫാമിലി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മൈക്രോ ഫാമിലി ആയിട്ട് ഭാര്യ ഭർത്താവ് മക്കളും മാത്രമുള്ള വിഭാഗങ്ങളായിട്ട് മാറി. അപ്പോൾ നമ്മൾ ഈ ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിശാലമായ അപ്പന്റെ മക്കൾ, അതുപോലെ മരുമക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ എല്ലാം കൂടെ തിങ്ങിപ്പാർക്കുന്ന ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നാം എല്ലാം കൂടെ തല്ലിപ്പൊളിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സമൂഹത്തിന്റെ രീതികൾ പഠിക്കുവാനും ആ കുടുംബത്തിന്റെ രീതികൾ പഠിക്കുവാനും അവർ പിന്തുടർന്നു വരുന്ന ആചാരങ്ങൾ പഠിക്കുവാനും പ്രത്യേകിച്ച് എളുപ്പമാണ്. കാര്യം ഒത്തിരി വിശാലമായ സംവിധാനമാണ്. ഇവിടെ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, അവർക്കുണ്ടാകുന്ന മക്കളുണ്ട്. അതുകൊണ്ട് അവരുടെ കുടുംബം പിന്തുടർന്നിരുന്ന ആചാര മര്യാദകളോ സമ്പ്രദായങ്ങളൊന്നും മനസ്സിലാക്കുവാൻ വളർന്നു വന്ന കുട്ടികൾക്ക് അറിയുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അപ്പോൾ മൈക്രോ ഫാമിലി സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഗ്രൂപ്പ് ഫാമിലി എന്ന് പറയുന്ന ഒന്നുണ്ട്. ഗ്രൂപ്പ് ഫാമിലി എന്ന് പറഞ്ഞാൽ 10 ആണുങ്ങൾ 10 സ്ത്രീകളെ വിവാഹം കഴിക്കുക. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗിക ബന്ധങ്ങളുണ്ട്. പക്ഷെ ഇതിന് വെളിയിൽ പോകാൻ പാടില്ലെന്നേ ഉള്ളൂ. 1-ാമത് 10-ാമത്തെ സ്ത്രീയുമായിട്ടും അതുപോലെ 9-ാമത്തെ സ്ത്രീയുമായിട്ടോ 4-ാമത്തെയോ 5-ാമത്തെയോ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് വേണമെങ്കിൽ അവർക്ക് ലൈംഗികത പുലർത്താം. പക്ഷെ ഇതിന് വെളിയിൽ പോകാൻ മാത്രം ഒക്കില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള മൊറാലിറ്റി നടത്തുന്ന വിഭാഗങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണ്. ഇനി ശ്രദ്ധിക്കണം, നമ്മുടെ ഇടയിൽ തന്നെ, നമ്മുടെ കേരളത്തിലും മറ്റു സമൂഹങ്ങളിലും തന്നെ വലിയ സംവിധാനങ്ങളിൽ ഉള്ളവർ എന്ന് പറയുന്ന വലിയ സൊസൈറ്റികളിൽ തന്നെ പലരും അറിയാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. അവരുടെ പത്രാസും അതുപോലെ പണസംവിധാനവും വലിയ മുന്തിയ വീടുകളും അതുപോലെ മുന്തിയ കാറുകളും ഒക്കെ കൊണ്ട് ഇതിനെ ആരും കാണാതിരിക്കുന്നുള്ള സത്യമാണ്. അപ്പോൾ ഓർക്കണം, മൊറാലിറ്റിയുടെ അളവുകൾക്ക് അതുപോലെ മൊറാലിറ്റിയുടെ അർത്ഥത്തിന് അല്ലെങ്കിൽ മൊറാലിറ്റിയുടെ ഡെഫിനിഷനൊക്കെ ഇന്ന് സമൂഹത്തിൽ വ്യത്യസ്തതകൾ വന്നു. വിവാഹപൂർവ്വ ലൈംഗികതയെ കുറിച്ച് പരസ്യമായിട്ട് പറയുന്നവരുണ്ട്. അതുപോലെ ആണുമാണ് ഒരുമിച്ച് ജീവിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. സ്ത്രീകളും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഇന്ന് ലോകരാജ്യങ്ങൾ പലതും ഇങ്ങനെയുള്ള വിവാഹങ്ങൾക്ക് സാധുത കൽപ്പിച്ചും നിയമസാധുത ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇന്ത്യയും അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
കുറച്ചുപേർ അനുകൂലിക്കുന്നു, കുറച്ചുപേർ എതിർക്കുന്നത് സത്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മൊറാലിറ്റിയുടെ ചിന്തകൾക്കും നമ്മുടെ സമൂഹങ്ങളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരെണ്ണമാണ് ഫോക്ലോർ, അല്ലെങ്കിൽ നാടോടിക്കഥ, അല്ലെങ്കിൽ പഴങ്കഥ. എല്ലാ സമൂഹങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. പഴയ കാലത്ത് നടന്നതാണോ അല്ലയോ നമുക്കറിയില്ല. പക്ഷേ ആ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു വേള അതും ആവശ്യമായിരിക്കാം. അപ്പോൾ പഴങ്കഥകൾ സത്യമാകാം, കള്ളമാകാം, നുണക്കഥകളാകാം, ഒരുപക്ഷെ ക്രിയേറ്റ് ചെയ്ത കഥകളാകാം, എന്തുമാകട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നതാണ് ഈ പഴങ്കഥ എന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ എന്നാ നിങ്ങളോട് പറഞ്ഞത് സമ്പ്രദായം എന്താണെന്നും അതുപോലെ എത്തിക്സും എന്താണെന്നാണ്. ഇന്ന് എന്റെ എപ്പിസോഡിൽ എന്നെ ശ്രദ്ധിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ കാര്യങ്ങളുമായി ഞാൻ എത്തുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഓർപ്പിച്ചു ഞാൻ വാക്കുകൾക്ക് വിരാമം ഉണ്ടാക്കുന്നു.